ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മി മൈസൂസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുപോലത്തെ കുറേയൊക്കെ ഒന്ന് പ്രതീക്ഷിക്കണം. ഞങ്ങൾ ഒട്ടും പ്ലാൻഡ് അല്ലാതെ ചെയ്യുന്നതാണ് ഗൈസ്. ഒരു Q&A പോസ്റ്റ് ഇട്ട് വെച്ചിട്ട് ഞാൻ ആ വഴിക്ക് പോയതാണ്. കൈ ഇടയ്ക്ക് വെച്ചാൽ നമുക്ക് നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊട്ടും പ്ലാൻഡ് അല്ല, അതായത് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ അത് ഇടയ്ക്ക് എന്തിനാ എങ്ങനെ ഇങ്ങോട്ട് നോക്കണേ, പരീക്ഷയ്ക്ക് പഠിക്കും പോലെ. അപ്പോൾ ഒട്ടും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് ഏട്ടൻ നെർവസാണ്. ഞാൻ പിന്നെ എനിക്കറിയാം, നിങ്ങൾക്കറിയില്ല, ഞാൻ അന്തം കമ്മി പോലെ എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് നിങ്ങൾ അത് കേൾക്കുക. ഓക്കെ, അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആരുടെയെങ്കിലും കമൻസ് ഇതിൽ വിട്ടു പോകണമെങ്കിൽ ഐ ആം ദ സോറി. അത് മനഃപൂർവ്വമല്ല, എന്തോ അങ്ങനെ ആവുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ Q&A വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെലിവറി എക്സ്പെൻസ് ഏകദേശം ഒന്ന് പറയുമോ? കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല സത്യമായിട്ടും. എന്നാലും അറൗണ്ട് ഒരു 2 lakh നമുക്ക് ചിലവായിട്ടുണ്ട്. എന്നുവെച്ചാൽ മോൻ കുറച്ച് ദിവസം NICU-ലായിരുന്നു, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുകയാണോ? NICU-ലായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ അതിൻ്റെതായ എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളൊരു പാക്കേജിലായിരുന്നു, അതായത് സിസേറിയൻ ആദ്യം അറിയാലോ. അപ്പോൾ സിസേറിയനും പിന്നെ ഇത് ഡെലിവറി സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ഇതും കൂടെയൊക്കെ ആയിട്ട് 4 ദിവസത്തെ പാക്കേജിലാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 70, അങ്ങനെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, 70-75 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. അറൗണ്ട് 70 ആണ് അവർ പറഞ്ഞത്. അമ്മയുടേത് മാത്രം, അതായത് ഈ 4 days-ഉം, അതായത് റൂമിൻ്റെ റെൻറ്റ്, അമ്മയുടെ മെഡിസിൻ, സിസേറിയൻ പ്ലസ് ഡെലിവറി സ്റ്റോപ്പ് ചെയ്യുന്നത് ഒക്കെ കൂടെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ കുഞ്ഞിൻ്റെ ചിലവ് വേറെ ആയിരിക്കുന്നു, പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളത്. ആൻഡ് 4 days-ന്റെ മുകളിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ നമ്മൾ റൂം റെൻറ്റ് വേറെ കൊടുക്കണം, മെഡിസിൻസിന് വേറെ കൊടുക്കണം. അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം പ്രതീക്ഷിക്കുന്നില്ല. ഒരു NICU പ്രതീക്ഷിച്ചല്ലല്ലോ കയറുന്നത്. NICU ആയപ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് ആയി. ഓക്കെ, മൊത്തം ചിലവാട്ടോ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ അടച്ചത് 180, 160 അങ്ങനെ എന്തോ ആണ് ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ ചിലവ്. പിന്നെ നമ്മൾ ചില്ലറ ചിലവുകളൊക്കെ കൂടെയാണ് അറൗണ്ട് ഒരു 2 വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഡെലിവറി എക്സ്പെൻസ്. ഓക്കെ, പിന്നെ ദൃശ്യക്ക് എത്ര ഏജ് ഉണ്ട് വൈശാഖിനും? എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വൈശാഖേട്ടൻ പറയുന്ന വയസ്സിന്റെ 2 വയസ്സ് കുറവാണ് എനിക്ക്. ഏട്ടൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഞാനും അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഏട്ടൻ ഇതുവരെ 30 അങ്ങോട്ട് പോയില്ല. എനിക്ക് തോന്നുന്നു ഡോക്ടർക്ക് വരെ അത് തന്നെയാണോ നമ്പർ കൊടുക്കുന്നത്, ഡൗട്ടുണ്ട്. 30 വയസ്സിനായിരുന്നു അങ്ങോട്ടേക്ക് ഏട്ടൻ പോകാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും 28-ൽ തുടരുകയാണ്. ഏട്ടൻ 32 പോയാൽ ഞാൻ 30 പിടിക്കും, ഏട്ടൻ 34 പോയാൽ ഞാൻ 32 പിടിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു വശം ഇരിക്കുന്നത്. പക്ഷെ 30 എപ്പോഴും ഈ മനുഷ്യന് കഴിഞ്ഞിട്ട് ഗൈസ്. ഇയാളൊരു വയസ്സാണ്, കണ്ടാലും അങ്ങനെ തോന്നില്ലെങ്കിൽ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് 32-ാമത്തെ വയസ്സും വൈശാഖിന് 34-ാമത്തെ വയസ്സും. തന്തയായി 3 കുട്ടികൾ തന്തയായി എനിക്കറിയാം. എന്തേ 3 കുട്ടികൾ തന്തയില്ലെന്നോ? എന്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്യരുത്. ഓക്കെ, എല്ലാം ഒരു പരിധി വരെ അറിയാം, ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു രജനി ചേച്ചിയും. പേഴ്സണലി അറിയാവുന്നുണ്ട് കേട്ടോ. ഫസ്റ്റിൽ വാവയ്ക്ക് എന്താ ഇഷ്യൂ ഉണ്ടായേ? അത് എന്നെക്കാളും പറയാൻ ബെസ്റ്റ് ഏട്ടനാണ്. ബിക്കോസ് ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് വാവേനെ എടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, എന്നെ കാണിച്ചു തന്നു, ഞാനൊരു ഉമ്മ കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പം എനിക്ക് അത്രേ അറിയുള്ളൂ. പിന്നെ ഇവരുടെ അടുത്തേക്ക് നിങ്ങളടുത്തേക്ക് കൊണ്ടുപോകുന്നില്ല, അവരാരും കുട്ടീനെ കണ്ടില്ല. എന്നെ സിസേറിയനൊക്കെ കഴിഞ്ഞ് എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് അല്ലൂസിനെ കണ്ട് ഞാൻ അല്ലൂസിനെ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും ഇത് ആൺകുട്ടിയാണെന്ന് മനസ്സിലായത്. കാരണം ആൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അല്ലൂസായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ ചോദിക്കണേ, അപ്പം നിങ്ങൾ കണ്ടില്ലേന്ന്. അപ്പം വീട്ടിലുള്ള ആരും കുട്ടീനെ കണ്ടിട്ടില്ല, എന്താ കുട്ടീന്ന് അറിഞ്ഞിട്ടില്ല. ബിക്കോസ് കുട്ടീനെ അവിടെ നിന്ന് എടുക്കുമ്പോൾ വലിയ സീനൊന്നും ഇല്ലെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്താണ് കുട്ടിക്ക് ഒരു ബ്രീത്തിങ് ഇഷ്യൂ വന്നു. അപ്പം നേരെ NICU-ലേക്കാണ് കൊണ്ടുപോയത്. പിന്നെ എന്തായിരുന്നു ചേട്ടാ? പിന്നെ നിങ്ങളോട് NICU-ലേക്ക് എല്ലാം പറഞ്ഞു. അവിടെ എൻ്റെ ഫാമിലി, ദൃശ്യയുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കോൺടാക്ട് നമ്പറാണ് ഉള്ളത്. അപ്പം അവർ വിളിച്ച് NICU-ൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. നല്ലോണം സംസാരിച്ചോ? നേഴ്സ് റൂമിൽ ചെന്ന് പറഞ്ഞു ദൃശ്യനെ കൊണ്ടുവരുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ. അപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കായി, ഇവരൊക്കെ വേറെ സ്ഥലത്ത്. ഇവരെല്ലാവരും എന്നെ കാണാൻ വേണ്ടിയിട്ട് ഓടി. വൈശാഖേട്ടൻ NICU-ലുള്ളിലായിരുന്നു. NICU-ന്ന് ഡോക്ടർ പറഞ്ഞതൊക്കെ ഡയറക്റ്റ് ഏട്ടനോടാണ് പറഞ്ഞത്. പിന്നെ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടായിരുന്നു. അപ്പം പിന്നെ ബാക്കിയുള്ള എല്ലാവരും വന്നു. അത് കഴിഞ്ഞ് അച്ഛനെ മാത്രം കയറി കാണാമെന്ന് പറഞ്ഞു. ഈ അച്ഛൻ വൈശാഖേട്ടൻ ഉള്ളിൽ കയറി അവിടെ ഡോക്ടറും 4-5 നേഴ്സോ ആരൊക്കെയോ എന്തൊക്കെയോ എനിക്കൊന്നും ഓർമ്മയില്ല. ഒരിക്കലും പോയാൽ ഞാൻ കുട്ടിയെ കണ്ടു, എന്തൊക്കെയോ എവിടേക്കോ വെച്ചിട്ടുണ്ട്. കാരണം പുറത്തെല്ലാരും കാണുമ്പോ നമുക്ക് പേടിയാവും. ഞാൻ കണ്ടു ആ ഫോട്ടോ. ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല, കുറച്ച് ഓക്കെ ആയിരുന്നു. ഫോട്ടോ എടുത്ത് നിങ്ങള്
ഫസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾ ആ മറ്റേ കുറെ കുത്തി വെച്ചതൊക്കെ ഫോട്ടോ എടുത്താലും കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഏട്ടൻ ആ ഫോട്ടോ എടുക്കുന്നത്. ഫസ്റ്റ് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു പേടിച്ചു പോയിരുന്നു, കാരണം ഫുൾ എന്തൊക്കെയൊക്കെയോ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു, മൊത്തം പേടിച്ചു പോയിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞത് ഏട്ടന് ഇതുവരെ ന്യൂബോൺ ബേബീസിനെ കണ്ടിട്ടില്ല. അല്ലുവിനും തുമ്പീനും ഒക്കെ 3 മാസമൊക്കെ ആവാൻ നേരത്താണ് കാണുന്നത്. തുമ്പീനാണ് പിന്നെ ഇത്ര നേരത്തെ 56-ന്റെ സമയത്ത് കാണുന്നത്. അല്ലാതെ ഇവർ ആരും ഏട്ടൻ കണ്ടിട്ടില്ല, വേറെ ഒരു കുട്ടികളെയും ന്യൂബോൺ ടൈമിൽ കണ്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ന്യൂബോൺ ബേബിയാണ് നമ്മുടെ വാവ. അപ്പൊ അവനെ കണ്ടപ്പോ ഇങ്ങനെ അപ്പൊ ഒരച്ഛനാണ് അവനെ കാണാൻ എന്താ കാര്യം എന്നറിയാൻ. ഡോക്ടർ പറഞ്ഞെന്താ പറഞ്ഞു കൊടുക്ക്, നല്ലൊരു അഭിനയം അഭിനയിച്ചു. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞിരുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാമെന്ന്. അതായത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ എന്തായാലും ഡോക്ടേഴ്സ് അങ്ങനെയാണല്ലോ പറയാ, റിസ്ക് ഉള്ള കേസ് നമുക്ക് ഓവർ പ്രതീക്ഷ തന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ അവരെയല്ലേ കുറ്റം പറയുള്ളൂ. സോ ഡോക്ടർ ഓപ്പൺ ആയിട്ട് ആ കാര്യം ഏട്ടനടുത്ത് പറഞ്ഞു, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം, നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് ഏട്ടൻ്റെ എല്ലാം പോയി. പിന്നെ ഏട്ടൻ പുറത്തേക്ക് ചിരിയൊക്കെ അഭിനയിച്ച് ഇറങ്ങിക്കൊണ്ട് വരുന്നൊരു വീഡിയോ, അതായത് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആളെ സെറ്റാക്കി, അശ്വനിയും പിന്നെ കുട്ടനും ഒക്കെ കൂടെ വീഡിയോ എടുക്കാനൊക്കെ സെറ്റായിരുന്നു പുറത്ത്. അപ്പോൾ ഏട്ടനെ ഇറങ്ങി വരുന്ന വീഡിയോ ഒക്കെ അവൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ ഫേസിൽ ഏട്ടൻ ഇങ്ങനെ ഉണ്ടാക്കിച്ചിരിക്കണം, എനിക്ക് ഫീൽ ചെയ്യാണ്ടായിരുന്നു. ICUന്ന്, അതായത് എന്നെ ICUലേക്ക് മാറ്റല്ലോ, NICUയിൽ വാവ കിടക്കുന്നുണ്ട്, എന്നെ സർജറി കഴിഞ്ഞിട്ട് ICUയിലേക്കല്ലേ കൊണ്ടുപോകാം. അവിടെ ഏട്ടൻ കാണാൻ വന്നപ്പോഴും ഏട്ടൻ്റെ മുഖത്ത് ഉണ്ടാക്കി വെച്ചൊരു ചിരിയാണ് ഞാൻ കണ്ടത്, അഭിനയിച്ച് നിൽക്കുന്ന പോലെ. എനിക്കറിയാലോ, അപ്പം ഞാൻ അപ്പോഴേ ചോദിക്കണ്ടേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ. അത്രയും നേരം നോർമലായി നിന്ന് BP-യും കാര്യങ്ങളൊക്കെ ഏട്ടനെ കണ്ടതിന് ശേഷം ഫുൾ ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു. അപ്പം എന്നോട് അവിടുന്ന് നഴ്സുമാർ പറഞ്ഞു, ഭർത്താവിനെ കണ്ട എല്ലാവരും കൂളാവുകയോ ചെയ്യുക, ഇയാൾ എന്താ ടെൻഷൻ ആവുന്നത്, കാരണം ഏട്ടൻ്റെ ഫേസ് കണ്ടപ്പോഴത്തേക്ക് എന്തോ പ്രശ്നമുണ്ട് തോന്നി. അങ്ങനെയൊക്കെ കൂടെ മൊത്തം ഒരു ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ്. ബ്രീത്തിങ് ഇഷ്യൂ ആയിരുന്നു മെയിനായിട്ട്. അവന് CRPന്റെ ലെവല് ഫ്ലക്ച്വേറ്റ് കൂടിപ്പോയതാണ് സംഭവം ഉണ്ടായത്. ആ സമയത്തൊന്നും കുഞ്ഞിന് മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ബ്രീത്തിങ് ഇഷ്യൂ ആയിരുന്നു മെയിനായിട്ട്. അപ്പോൾ ഓക്സിജൻ സപ്ലൈൻ്റെ മുകളിലായിരുന്നു ഫസ്റ്റ് ബ്രീത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പയ്യെ ഓക്സിജൻ്റെ ലെവല് കുറച്ച് പിന്നെ നോർമലായി, അങ്ങനെ ഓക്കെ ആയി. നമുക്ക് ഡിസ്ചാർജ് ആയി NICU നമുക്ക് കിട്ടും എന്ന് തോന്നിയ ദിവസം ഉണ്ടല്ലോ, ആ ഒരു ദിവസം ആണ് കറക്റ്റ് അപ്പു ആരിയൊക്കെ വന്നൊരു ദിവസം. ആ ദിവസം നമുക്ക് കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടിയ ഒരു ദിവസം നമ്മളെടുത്ത് നിന്ന് പിറ്റേന്ന് മഞ്ഞ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും മഞ്ഞ. വീണ്ടും നല്ല ഫസ്റ്റ് ആദ്യമായിട്ട് മഞ്ഞ കാണുന്ന അന്നാണ്. വീണ്ടും NICUയിൽ പോയി ഒരു ദിവസം അവിടെ ഫോട്ടോതെറാപ്പി, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടി. ഒരു ദിവസം ഒബ്സർവേഷനും കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നത്. അത്രയും ദിവസം നമ്മൾ അവിടെ നിൽക്കുന്നതോ പൈസേൻ്റെ കാര്യം ഒന്നുമല്ല, നമുക്ക് ആ NICU കാണുമ്പോൾ എപ്പോഴും എനിക്ക് പേടിയാണ്. അവിടുന്ന് അയ്യോ നമുക്ക് കുഞ്ഞിനെ സേഫായിട്ട് കയ്യിലേക്ക് കിട്ടണ വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഞങ്ങളെ സിസേറിയൻ 36 weeks and 4 days, അതായത് 37 ആഴ്ചയ്ക്ക് അപ്പുറത്തേക്കാണ് നോർമൽ ഫുൾ ടേം ആയി എന്ന് പറയാം, 37 to 40. നമുക്ക് 36 ആഴ്ച 4 ദിവസമായപ്പോഴാണ് സിസേറിയൻ കഴിഞ്ഞത്. അപ്പം ലേറ്റ് പ്രീ ടേം എന്ന് പറയുന്നത്. അപ്പം പ്രീ ടേം ബേബി അല്ല, പക്ഷെ ലേറ്റ് പ്രീ ടേം, ഒരു 4 days കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നോർമൽ ഫുൾ ടേം ആയേനെ. അപ്പോൾ എനിക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ റിസ്ക് ഉള്ളത് കൊണ്ടാണ് സിസേറിയൻ നേരത്തെ സിസേറിയൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു വാവയുടെ ഇഷ്യൂസ്, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അല്ലൂട്ടിന് എത്ര ഏജായി? അല്ലൂസിന് 6 വയസ്സ് കഴിഞ്ഞ് 7ാമത്തെ വയസ്സാണ് കേട്ടോ. തുമ്പിക്ക് എത്ര ഏജായി? 4 വയസ്സാവും. ഈ ഒക്ടോബർ വന്ന 4ാമത്തെ വയസ്സാണ്. ബേബിയുടെ നെയിം സെറ്റായോ? സർപ്രൈസ്. അത് നമുക്ക് പിന്നെ നെയിം റിവീൽ ചെയ്യണ്ടേ, അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്തായാലും റിവീൽ ചെയ്യൂ കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊരാൾ പറഞ്ഞു. താങ്ക് യു. ഹാപ്പി ആയിട്ടിരിക്കാം. ചേച്ചി വളകാപ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് ഉറപ്പാണ് ബേബി ബോയ് ആണെന്ന്. അതെങ്ങനെയാണ് മനസ്സിലായതെന്ന്. ഇത് കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറേ കമൻസ് ഞാൻ കണ്ടു. മക്കളെ ഞാനത് അറിയാതെ എൻ്റെ വായിന്ന് വീണതാ, അല്ലാതെ എനിക്ക് ആദ്യം ആൺകുട്ടിയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് പെൺകുട്ടിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അതങ്ങനെ ആയിരിക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്നതിന് ഓപ്പോസിറ്റ് എപ്പോഴും നടക്കാറുള്ളൂ. ലൈക്ക് ആദ്യത്തേത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എല്ലാവരും പറഞ്ഞത് പെൺകുട്ടി ഉറപ്പാണ്. പിന്നെ എനിക്ക് മേലാസകരം ചൊറിച്ചില്ല, ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും, വയറക്കട്ടോ കാലിൻ്റെ അടി വരെ ചൊറിയാന്നറിയില്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു തല നിറച്ച് മുടിയുള്ള ഒരു പെൺകുട്ടിയാണിതെന്ന്. നോക്കുമ്പോൾ തലയിൽ തീരെ മുടിയില്ലാത്തൊരു ആൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരും പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് മനസ്സിലായി. അടുത്തത് തുമ്പമ്മേനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഇത് 2 ആൺകുട്ടി തന്നെ, ഇവിടുത്തെ പാരമ്പര്യമാണ്, ഇവിടെ 2 ആൺകുട്ടികളാണല്ലോ, അപ്പോൾ അതുപോലെ ആയിരിക്കും. നോക്കുമ്പോൾ അത് പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ വൈശാഖേട്ടനും അല്ലും ഒക്കെ ഭയങ്കരമായിട്ട് ആൺകുട്ടിക്ക് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെ ആയിരിക്കുന്നു. അങ്ങനെ അല്ലാതെ എനിക്ക് എൻ്റെ മനസ്സ് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നില്ല, അല്ലാതെ ഞാൻ അങ്ങനെ ആദ്യം ആൺകുട്ടിയെന്ന് അറിഞ്ഞിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ. സുഖമാണോ? എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ, വേറൊന്നുമില്ല. KMCTയിൽ ടോട്ടൽ ഡെലിവറി കോസ്റ്റ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് പറഞ്ഞു. ഒന്നും ചോദിക്കാനില്ല. ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ലവ് യു ദൃശ്യ ആൻഡ് മക്കൾസ്. താങ്ക് യു. ഏട്ടനില്ല. അയ്യ
ഇവര് ഹാപ്പിയാണ് ഓട്ടോമാറ്റിക് ആയിക്കോളും. അതുകൊണ്ടല്ലേ ഞങ്ങളെ ലവ് യു എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞില്ല. അല്ല പറയണോ? ഇത് ചേച്ചിയാ. എല്ലാവരും ലവ് യു. മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ ചേച്ചി? സംഭവം സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഓവറായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അമ്മയൊക്കെ വൈശാഖനൊക്കെ എല്ലാവരും പാടെ അങ്ങ് ഡീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ടൊക്കെ എങ്ങനെ ആവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാതെ അവരെ സ്കൂളിൽ വിടുക, അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ റെസ്റ്റിലാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഓക്കെ, നെയിം സെറ്റായോ? സെറ്റായി. ഞാനത് നെയിം റിവീലിങ്ങിന് പറയാം. നിക്ക് നെയിം ഞാനൊരു ഇപ്പോൾ അടുത്ത് തന്നെ ഞാൻ റിവീൽ ചെയ്യും. ചിലപ്പോൾ അത് റിവീൽ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. ഹോസ്പിറ്റൽ ബില്ല് ഇതെല്ലാവരും തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു കേട്ടോ. വാവയുടെ 28 നടത്തുന്നുണ്ടോ? 28 ഓൾറെഡി കഴിഞ്ഞല്ലോ. 28 ദിവസത്തിലാണല്ലോ നമ്മൾ 28 നടത്തുക. 28ാമത്തെ ദിവസം കഴിഞ്ഞു. നമ്മൾ 56 നടത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, വാവ NICUലായിരുന്നു. സോ ആൾക്ക് ഫസ്റ്റ് 28 ഡേയ്സ് ആകുമ്പോൾ തന്നെ അത് നടത്തുമ്പോൾ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരില്ല. അതുകൊണ്ടാണ് നമ്മളത് 56ലേക്ക് മാറ്റിയത്. പിന്നെ അതുപോലെ ഞാനാണെങ്കിലും സിസേറിയൻ കഴിഞ്ഞിരിക്കില്ല. അപ്പോൾ ഞാനൊന്ന് ഓക്കെ ആയിട്ട് മതി. ഇപ്പോഴും ഓക്കെ ആയെന്ന് വെച്ചാൽ എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് 56 നടത്താമെന്ന് വിചാരിച്ചത്. അത് എന്നാണ് 19-ാം തീയതി, ജൂലൈ 19. കുട്ടിക്ക് എന്താ പേരിട്ടത്? പറയില്ല, ഞാൻ പറയാട്ടോ, കുറച്ച് കഴിയുമ്പോൾ പറയാം. കുഞ്ഞുവാടെ 28 ചടങ്ങ് നടത്തുന്നുണ്ടോ? അതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. വാവയുടെ നക്ഷത്രം ഏതാ? പറ വൈശ കേട്ടാ. അമ്മേന്ന് പറ. ഞാൻ ഫോട്ടോ എപ്പോഴും ഏടിയുണ്ട് എനിക്കറിയില്ല. ഫോട്ടോ എടുത്തൊക്കെ നക്ഷത്രോ? ആരോ എഴുതിയായിരുന്നു. പറഞ്ഞോക്ക്. സത്യമായിട്ട് ഓർമ്മയില്ല. നിങ്ങളുടെ നക്ഷത്രം ഏതാ? ഉത്രം. ആട്ടം അങ്ങോട്ട് വെട്ടുക, അതാണ് കുട്ടിയുടേത്. ഏതാ? ഉത്രം. കുട്ടിക്ക് അത്ര ആട്ടമില്ല. കുട്ടിയുടെ ഡാഡിക്ക് ആട്ടമുള്ളതുകൊണ്ട് ഉത്രാടം. ഇനി മറക്കരുത് കേട്ടോ. കേട്ടോ, ഓർമ്മിക്കാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ നാളേതാ? അല്ലൂസിന്റെ തിരുവാതിര. അങ്ങനെ ആദരിക്കണ്ട. തിരുവോണം. തിരുവാതിര. തിരുവാതിര. അത് തുമ്പിമോളോ? നേരെ ഓർമ്മയില്ല, മറന്നു. തൃക്കേട്ട. ഇനി മറക്കരുത് കേട്ടോ. ഇങ്ങനത്തെ കാര്യം ഇങ്ങോട്ട് ചോദിച്ച കാര്യമില്ല. എന്തൊരു സുഖം. ഞാൻ അങ്ങനെ ഒന്നും പൂജ കഴിപ്പിക്കാറൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇവരെ ആരും വിളിച്ചു ചോദിക്കും. അങ്ങനെ പറ. ചേച്ചി സ്വന്തം വീട് എവിടെ? അച്ഛൻ, അപ്പു, അമ്മ, ആര്യ ഒക്കെ താമസിച്ചേ? അത് റെന്റലായിരുന്നു? അല്ലടാ, എൻ്റെ സ്വന്തം വീട് ചെറുപ്പയായിരുന്നു. റെന്റലൊന്നുമല്ല, നമ്മൾ പണ്ട് തൊട്ടിട്ട് ഞാൻ 8ാം ക്ലാസ്സിലായിട്ട് പഠിക്കുമ്പോഴാണ് അവിടുത്തെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിയുന്നത്. വീട് വിറ്റിട്ടാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് റെന്റിനാണ് കേട്ടോ. അയ്യോ, എവിടെയോ പോയി. നോർമൽ ഡെലിവറി ആൻഡ് C-സെക്ഷൻ രണ്ടും എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് ചേച്ചിക്ക് ഏതാണ് കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നിയത്? ഫസ്റ്റ് ഡെലിവറിക്ക് എപ്പിഡ്യൂറൽ ചെയ്തിരുന്നോ? ഒരു ഡ്യൂറലും ചെയ്തില്ല മോളെ. എല്ലാ വേദനയും സഹിച്ചാണ് പ്രസവിച്ചത്. പിന്നെ വജൈനൽ ഡെലിവറി ആണോ സിസേറിയൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും രണ്ട് രീതിക്കാണ്. നോർമൽ വജൈനൽ ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്ക് ആ സമയം നമ്മൾ മരിച്ച് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും അനുഭവിച്ചിട്ടുണ്ടോ? അയ്യോ, കാലയ്ക്കാൻ തന്നെ വയ്യ. ലേബർ റൂമിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഒരു ദിവസത്തിൻ്റെ മുകളിൽ ഞാൻ വേദന സഹിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഡെലിവറി ആണല്ലോ, അതുകൊണ്ട് എന്തായാലും വേദന അത്യാവശ്യം സഹിക്കേണ്ടി വരും. അതുണ്ട്. പിന്നെ സിസേറിയൻ ആണെങ്കിൽ ആ സമയം ഓക്കെ, നമ്മൾ വേദനയും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൊരു അനുഭവം ഉണ്ട്. എണീറ്റ് നടക്കൽ, പല കാര്യങ്ങളും. വൈശേട്ടൻ കാണിക്കുന്ന എന്താ അറിയാം, ഇതുവരെ ഏട്ടൻ അത് അറിയില്ലായിരുന്നു. ഞാൻ വേദന എടുക്കേണ്ട ഏട്ടാ, എനിക്ക് അങ്ങനെ ആവണ്ട് ഇങ്ങനെ ആവണ്ട്. ഇത് ശരിക്കും അറിഞ്ഞു. അല്ല, അപ്പൊ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കും. പിന്നെ എന്റെ സ്റ്റിച്ചിന്റെ ഫോട്ടോ അയച്ചെടുക്കും. ഇതൊക്കെ അവിടെ ഇരുന്ന് ഗൾഫിൽ ഇരുന്ന് കാണില്ലായിരുന്നോ ഇദ്ദേഹം? ഇത്തവണ ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കും. എക്സ്പീരിയൻസ് എന്നെക്കാളും പറയാൻ നല്ലത് ഏട്ടനാ. പറ. ഒന്നുമില്ല, പിന്നെ ലാസ്റ്റത്തെ ആയതുകൊണ്ട് പിന്നെ പാവല്ലേ എന്ത്? അതല്ല, അതല്ല ചോദിച്ചത്. എന്റെ വേദന കണ്ട എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ആരും ചോദിച്ചില്ലല്ലോ. ഇവളല്ലേ ചെറിയ വേദന മതി, വെക്ക് ഭയങ്കരമാണ്. അപ്പം പിന്നെ എനിക്ക് ഊഹിക്കാവുന്നുള്ളൂ, ഭയങ്കര വേദനയായിരിക്കും. അല്ല, ഇതൊന്നും അല്ലായിരുന്നു ഡയലോഗ്. ഇത് ഇത്രയും ദിവസം കഴിഞ്ഞത് കൊണ്ടാണ് ഗൈസ്. ആ സമയത്ത് എന്നോട് എന്താ പറയുക, അയ്യോ എന്റെ തീർച്ചയായും ഇത്രയും വേദന സഹിച്ചിട്ട് പെണ്ണുങ്ങളൊക്കെ എന്തിനാ പിന്നെയും പ്രസവിക്കുന്നത്? നിന്നെ ഞാൻ സമ്മതിച്ച് ഇത്രയും വേദന സഹിക്കണം എന്ന് അറിഞ്ഞു. ഇത്രയും വേദന സഹിച്ചിട്ട് നീ എന്തിനാണ് പിന്നെയും പ്രഗ്നന്റ് ആവണം അല്ലെങ്കിൽ കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ചത്? അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പക്ഷെ ഇത്തവണത്തെ വേദന എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമായിരുന്നു. ബിക്കോസ് സിസേറിയന്റെ മാത്രമല്ല, നമ്മൾ പ്രസവം നിർത്തുമ്പോൾ ആ ഒരു ബാലൻസ് തന്നെ ഒരു ഫ്ലക്ച്വേഷൻ അതിലുണ്ടാവും.
നല്ലോണം വേദന സഹിച്ചത്, നല്ലോണം വെച്ചാൽ നല്ലോണം. പിന്നെ എനിക്ക് പേടിയായപ്പോൾ ഇതെന്താ അറിയോ, രാത്രിയൊക്കെ രാത്രി നല്ല പകലാണെങ്കിലൊക്കെ കിടന്നിട്ട് എണീറ്റിട്ട് ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോവുക. പക്ഷെ എണീറ്റ് നിൽക്കുമ്പോൾ തന്നെ യൂറിൻ അങ്ങ് പോവുക. ഞാൻ വിചാരിച്ചു ഞാൻ ബെഡ്രിഡനായി പോയി, ദൈവമേ ഞാൻ ഇങ്ങനെ തന്നെ കിടപ്പ് രോഗിയായി പോയി. ഞാൻ അങ്ങനെയൊക്കെ കരഞ്ഞാണ് ഏട്ടനോട് ചോദിച്ചത്. ഞാൻ രാത്രിയൊക്കെ എന്താ വെച്ചാൽ ബാത്റൂം ഇത്ര അടുത്താ, എനിക്ക് അങ്ങനെ നടക്കാനേ ഉള്ളൂ. ഇതൊക്കെ വാർഡിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ആലോചിച്ചു. ഒരു വാർഡിലൊക്കെ, ഹോസ്പിറ്റലിലെ വാർഡിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് യൂറിനേറ്റ് ചെയ്ത് പോയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും. ഇതിപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡുമാണ് കൂടെ ഉള്ളത്, മക്കളുമാണുള്ളത്. ഓരിടയിൽ തന്നെ എങ്ങനെയായിട്ട് എനിക്ക് ഭയങ്കര മെൻ്റലി അത് ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. അതെന്താ അങ്ങനെയെന്ന്. പക്ഷെ അത് ഒരു സർജറിക്ക് ശേഷമൊക്കെ നോർമലാണ്, പിന്നെ അത് ഓക്കെ ആയിട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ആയി പോകുമോ എന്നൊക്കെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അത്രയും ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്, ഞാൻ അത്രയും വേദന സഹിച്ചിട്ടുണ്ട്. ചില സമയത്തൊക്കെ ബാത്റൂമിൽ എൻ്റെ പൊന്നെ ഈ സിസേറിനൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ നടത്തുന്നുണ്ട്, അത് ഞാൻ ജന്മത്ത് മറക്കൂല, അത്രയും പെയിൻഫുള്ളാണ്. ചില സമയത്തൊക്കെ നമുക്കുണ്ടല്ലോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്റ്റാബ് ചെയ്ത് വരുന്ന ഒരു വേദന ഉണ്ടാവും, കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ കൊളുത്തി വലിക്കുന്ന ഒരു വേദന. ആ വേദനയൊക്കെ വരുമ്പോൾ ഞാൻ അയ്യോ ഞാനിപ്പോൾ ചത്തുപോവേ എന്നൊക്കെ ബാത്റൂമിൽ നിന്ന് ഉറക്കം വിളിച്ച് പറഞ്ഞിട്ട് നഴ്സിനെയൊക്കെ വരുത്തിച്ചിട്ടുണ്ട്. അത്രയും നല്ല വേദന. അയ്യോ 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 അമ്മേ, എന്തായാലും കഴിഞ്ഞല്ലോ, ഇനി പരിപാടിയില്ലല്ലോ. സദമാൻ ജമേ ആലോചിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ, അതായത് സിസേറിയൻ വേണോ നോർമലാണോ വെച്ചാൽ രണ്ടിനും വേദന സഹിക്കണം. വേദന സഹിക്കാൻ പറ്റുന്നവർ ഈ പരിപാടിക്ക് നിൽക്കാൻ പാടുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. ശല്യട്ടോ, എല്ലാവർക്കും ഒന്നും സഹിക്കാൻ പറ്റുന്നവരൊന്നും ആയിക്കോണമെന്നില്ല. എന്നിട്ടും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, അവരെ മുഖം കാണുമ്പോൾ അങ്ങ് മറന്നു പോകും എന്ന് വിചാരിക്കുന്നു. ഇപ്പം എനിക്കത് ഓർമ്മ അത്രല്ല. ഇപ്പം എനിക്ക് പെയിനൊക്കെ ഒന്ന് ഓക്കെ ആയി, സ്റ്റിച്ചൊക്കെ ഒന്ന് തുടങ്ങി സെറ്റാണ് കേട്ടോ. അതിൽ കഴിവാം. അത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കറക്റ്റ് അമ്മമ്മ അങ്ങനെ വന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടാവും. ഓക്കെ, അമ്മമ്മ വിളിക്കല്ലേ, വീഡിയോ എടുക്കുകയാണ്. കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ മോളെ എന്ന് പറഞ്ഞ ടൈപ്പില്ലേ, അതുപോലെയാണ് ഞങ്ങൾ രണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും. നോർമൽ അത് പറഞ്ഞു നമ്മൾ. തുമ്പിമോളുടെയും അല്ലൂസിൻ്റെയും ഡെലിവറിയും കുഞ്ഞി ചെക്കൻ്റെ ഡെലിവറി ടൈമും കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ആയിട്ട് ഫീൽ ആയത് എന്തൊക്കെ ഞാൻ പറഞ്ഞു. പെയിൻ കൂടുതലായിരുന്നു, അതൊരു ഡിഫറൻസ് ആണ്. എന്നുവെച്ചാൽ മുമ്പത്തെ 2 ഡെലിവറീസിനേക്കാളും കൂടുതൽ പെയിൻ സഹിച്ചത് ഇപ്രാവശ്യമാണ്. അതെനിക്ക് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. പക്ഷേ എനിക്ക് വേറൊരു കാര്യം, പോസിറ്റീവായിട്ടുള്ള ഡിഫറൻസ് ഞാൻ പറയാം. അതായത് അല്ലുവിൻ്റെ ഡെലിവറി ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു, അതും കൊറോണ ടൈമിൽ. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു ബെഡ് കിട്ടിയിട്ടില്ല, നമുക്ക് നിലത്ത് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ റൂം കിട്ടിയില്ലായിരുന്നു ആ സമയത്ത്, പിന്നെയാണ് റൂം കിട്ടിയത്. സോ ഒത്തിരി ആ സമയത്ത് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തുമ്പിമോളുടേതാണെങ്കിലും ഡെലിവറി ടൈമിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒന്നാമത് എൻ്റെ അച്ഛൻ ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, അപ്പു അവിടെ, അമ്മ എൻ്റെ അടുത്ത്, അങ്ങനെയൊക്കെ കൂടി ആയിട്ട് നമുക്ക് ആ ഒരു ടെൻഷനിലൂടെ കടന്നു പോകുന്ന സമയം. അപ്പോഴും ഞാനൊന്നും എൻജോയ് ചെയ്യേ അല്ലെങ്കിൽ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുകയോ ചെയ്തിട്ടില്ല. ഇത്തവണത്തെ ഡെലിവറി ടൈമിലാണ് ആക്ച്വലി ഞാൻ എല്ലാവരാലും ചുറ്റപ്പെട്ടിട്ടൊരു ഹാപ്പി ആയിട്ടിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ ടെൻഷൻ അടിച്ചെങ്കിലും ഡെലിവറീൻ്റെ മുമ്പുള്ള ദിവസങ്ങൾ, അതായത് നമ്മൾ അഡ്മിറ്റ് ആവുക, ഡെലിവറിക്ക് പോവുക, അതൊക്കെ ഒരു ഹാപ്പി മൊമെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതൊക്കെയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ആഫ്റ്റർ ഡെലിവറി എനിക്ക് അല്ലുവിൻ്റെതാണെങ്കിലും തുമ്പീൻ്റെ ആണെങ്കിലും ഹാപ്പി ആയിരുന്നു. കാരണം അവരെൻ്റെ കയ്യിലേക്ക് കിട്ടി. പക്ഷെ തുമ്പീൻ്റെത് ഹാപ്പി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവളെൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് ഡേ ഞാൻ അറിയുന്നത് അച്ഛൻ്റെ മരണമാണ്. അപ്പോൾ ആ സമയത്തുള്ള എനിക്കൊരിക്കലും ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല. ഇവൻ്റെതാണെങ്കിൽ ഇവൻ NICUലേക്ക് പോയപ്പോൾ അതും എനിക്ക് ടെൻഷനായി. അങ്ങനെ ആഫ്റ്റർ ഡെലിവറി ഏട്ടൻ്റെ സപ്പോർട്ട് എന്ത് ഞാൻ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് അല്ല കേട്ടോ. എനിക്ക് ഓഫ്കോഴ്സ് ഞാൻ പറയുന്നത് ഡെലിവറി ആണെങ്കിലും പ്രഗ്നൻസി ടൈം ആഫ്റ്റർ. നിങ്ങൾ അത് അടുത്തടുത്ത ക്വസ്റ്റ്യൻ വയ്ക്കല്ലേ, ഇതെന്താ എക്സാമിന് ഇരിക്കുന്ന പോലെ നോക്കുക, ഇങ്ങനെ കൂളിട്ട് നോക്കുക ചെയ്യാം. അവിടെ നിൽക്കുക, പേടിക്കണ്ട, ആലോചിച്ച് വെക്കുന്ന ഉത്തരം അതല്ല. ഇപ്പം നമ്മൾ ചോദിച്ചത് ഏട്ടൻ്റെ സപ്പോർട്ട്. ആക്ച്വലി ഞാൻ പറയുന്നു പ്രഗ്നൻസി ടൈം, ഡെലിവറി ടൈം, ആഫ്റ്റർ ഡെലിവറി നമ്മളെ കൂടെ നമ്മളെ അമ്മ നിൽക്കണം നമ്മൾ ആഗ്രഹിക്കില്ലേ. വേറെ ആര് നിന്നാലും നമ്മൾ അമ്മ നിൽക്കുന്ന പോലെ ആവില്ല എന്ന് നമ്മൾ പറയില്ലേ. അതുപോലെ തന്നെയാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരാളുടെ സപ്പോർട്ട്. ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഡിഫറൻസ് വല്ലാണ്ട് പൊങ്ങണ്ട. പൊതുവേ കാര്യം പറഞ്ഞതാണ്. എന്നെ പറ്റി പറഞ്ഞു ഇയാൾ വലിയൊരു സംഭവമാണ് ഗൈസ്. അങ്ങനെയല്ല, കളിയൊക്കെ വെച്ചാന്നില്ലേ, അങ്ങനെയല്ല. എനിക്ക് മൊത്തത്തിലുണ്ടല്ലോ, എനിക്ക് ആ സമയത്ത് ഒരു മെൻ്റൽ സപ്പോർട്ടിനാണെങ്കിലും ഒക്കെ, ഇപ്പോഴല്ല, ഇപ്പം എന്നെ മെൻ്റൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത്
മെന്റൽ സപ്പോർട്ട് ആൻഡ് ഫിസിക്കൽ സപ്പോർട്ടിനൊക്കെ இந்த മനുഷ്യനുണ്ടായിരുന്നു. ചേട്ടാ അത് വാങ്ങിട്ടോ, ഏട്ടാ ഇത് വാങ്ങിട്ടോ, ഏട്ടാ എന്നെ പിടിക്കേ, അയ്യോ ഏട്ടാ എനിക്ക് ബാത്റൂം പോണേ, അയ്യോ ഏട്ടാ ഒന്ന് എനിക്ക് നേഴ്സ് അതാ അതിൽ മുട്ടുന്ന ഏട്ടാ അവിടെ പോയി നോക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഏട്ടാ 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 ഏട്ടന പേര് വല്ല ദൈവത്തിന്റെ പേരാണ് എനിക്ക് വല്ല പുണ്യം കിട്ടിയത്. പുണ്യം അത്രയും വട്ടം ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ തന്നെ ഏട്ടാ പ്രഗ്നൻസി ബില്ല് അങ്ങോട്ട് എടുക്കുക, അല്ല ചേട്ടാ എന്തെങ്കിലും ഫീഡിങ് ബില്ല് അങ്ങോട്ട് എടുക്കുക, ഏട്ടാ ഒന്ന് റാപ്പ് ചെയ്യും, ഏട്ടാ അതൊന്നും ഇങ്ങോട്ട് എടുക്കുക. ഇതിൻ്റെ കയ്യകലത്തുള്ള സാധനമാണെങ്കിൽ ഞങ്ങൾ ചോദിക്കും. രാത്രി ആകുമ്പോൾ ഞാൻ പാലെടുക്കാൻ വേണ്ടി എനിക്ക് മേട്ടനോട് പറയാം, ഏട്ടാ മോൻ എന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് താ, ഞാൻ ടിക്ക സ്ഥലത്തിലിരിക്കും. ഇങ്ങനെ എല്ലാത്തിനും ഏട്ടാ 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 എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു സുഖം. പിന്നെ കണ്ടവരെ വിളിക്കാൻ പറ്റുമോ? സ്വന്തക്കെട്ടല്ലേ വിളിക്കാൻ പറ്റൂ? അപ്പുറത്തുള്ള ചേട്ടനെ വിളിക്കാൻ പറ്റുമോ? എനിക്ക് ഈ ചേട്ടാ ഒന്നും ഇങ്ങോട്ട് വാ എന്ന് പറയാൻ പറ്റുമോ? ആ വിഹിതാവോ മോനെ, അങ്ങനത്തെ ചേട്ടന്മാർ നമ്മളെ വീട്ടിനെടുത്തില്ല കേട്ടോ. ആഫ്റ്റർ ഡെലിവറി ബോഡി ചേഞ്ചസ് എന്തൊക്കെ? ഫുഡൊക്കെ എങ്ങനെയാണ്? പ്രസവരക്ഷയ്ക്ക് പോകുന്നുണ്ടോ ചേച്ചി? ഐ ആം ബിഗ് ഫാൻ, ഗോഡ് ബ്ലെസ് യു ഡിയർ. താങ്ക് യു. ആഫ്റ്റർ ഡെലിവറി ബോഡി ചേഞ്ചസ് ഒരുപാടാണ്. കാരണം എനിക്ക് പ്രഗ്നൻസി ടൈമിൽ എല്ലാവരും എന്നോട് പറഞ്ഞ കാര്യം, ഇത്തവണ ദൃശ്യ തടി വെച്ചില്ല, ദൃശ്യ സുന്ദരിയായിട്ടുണ്ട്, ദൃശ്യ അങ്ങനെ ദൃശ്യ ഇങ്ങനെ കുറേ പൊക്കി അടിച്ചിരുന്നു. ആഫ്റ്റർ ഡെലിവറി ഇപ്പം എത്ര ദിവസമായി? 1.5 മാസമായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം കുറച്ച് തടി വെക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് എന്താണ് നോക്കുന്നത്? അങ്ങനല്ല, അമ്മ ഉണ്ടല്ലോ, നമ്മൾ നല്ലോണം ഭക്ഷണം കഴിച്ചാൽ പോലും മോളിപ്പൊന്നും കഴിക്കുന്നില്ല, ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, ഇങ്ങനെ തീറ്റിച്ചോണ്ടിരിക്കും കേട്ടോ. പക്ഷെ അതെനിക്കൊരു ടെൻഷനാണ്. പിന്നെ ഒന്നാമത് ആ സമയത്ത് ഷുഗർ കട്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ. ഇപ്പൊ ഷുഗർ കട്ടല്ല, അതുകൊണ്ട് എന്തായാലും തടി കുറയുന്നുള്ളതില്ല. പക്ഷെ എനിക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. നമുക്ക് മൊത്തത്തിൽ ഷുഗർ കട്ട് ചെയ്താലും നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ തടി കുറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഫുഡ് എന്ന് വെച്ചാൽ നോർമൽ ഫുഡൊക്കെയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഗ്യാസ് ഉണ്ടാവുന്ന തരത്തിലുള്ള ഫുഡുകൾ എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വല്ലപ്പോഴും അവർ കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കും. അല്ലാതെ ഇനി എന്താ പിന്നെ പരിപ്പ് കഴിക്കലുണ്ടോ? പരിപ്പൊന്നല്ല, അത് അങ്ങനെയല്ല, എനിക്ക് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവരും കഴിക്കുന്നതെന്ന് പറയും. അയ്യടാ, പച്ചക്കറികളെല്ലാം കഴിക്കും. പിന്നെ സ്രാവ് കറി അമ്മ എപ്പോഴും ഉണ്ടാക്കി തരാറുണ്ട്, പാൽ സ്രാവ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എപ്പോഴും പാലുണ്ടാകാൻ വേണ്ടിയിട്ട് മുരിങ്ങേന്റെ ഇല അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും. അല്ലാതെ മരുന്നുകളൊന്നും കഴിച്ചു തുടങ്ങിയിട്ടില്ല. ഡെയിലി ഒരു കുപ്പി പാല് കുടിക്കും. പിന്നെ പാല് കൊടുക്കണ്ടേ കുട്ടിക്ക്? പണ്ട് മരുവന് കൊടുത്തിട്ടേ കുടിക്കും, ഇപ്പൊ ആരും തരില്ല. ഇപ്പൊ ഞാനാ പ്രസവിച്ചെടുക്കുന്നത്, നിങ്ങളാണോ? ഈ കുഞ്ഞാവിക്ക് പാല് കുച്ചാൻ തരേ പാല്. ആഫ്റ്റർ അത് പറഞ്ഞു. പ്രസവരക്ഷ പോകുന്നുണ്ടോ ചേച്ചി? പ്രസവരക്ഷ ഓഫ് കോഴ്സ് ഉണ്ട്, ഇല്ല ഞാൻ ശരിയാവില്ല. മക്കളെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അനുഭവിക്കേണ്ടി വരും. എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. അല്ലൂസിന്റെ ഡെലിവറി കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഫുഡിലാണെങ്കിലും ഒക്കെ ഞാൻ നല്ല തടിച്ച് ചീർത്ത് വീപ്പക്കുറ്റി പോലെ ആയിരുന്നെങ്കിൽ പോലും ഭയങ്കര എന്താ പറയുക, ഒന്ന് ഹെൽത്തി ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ തുമ്പീനെ പ്രസവിച്ച് കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളും, കാരണം ആ സമയത്ത് അച്ഛൻ മരിച്ച സമയമുണ്ട്, നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഓവറൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തവണ പ്രസവരക്ഷ ചെയ്യണം. ദൃശ്യ ചേച്ചി പ്രസവത്തിന് ശേഷമുള്ള റൊട്ടീൻ എങ്ങനെ പോകുന്നു? റൊട്ടീൻ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ റൊട്ടീൻ എനിക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. അമ്മയും എല്ലാവരും ഉണ്ടല്ലോ, വൈചാട്ടനുണ്ടല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും മാനേജ് ചെയ്യാൻ കുറച്ച് കാരണം വീഡിയോസ് എഡിറ്റ് ചെയ്യണം. വൈചാട്ടാ തട്ടല്ല, എനിക്ക് ഈ റെസ്റ്റ്ലെസ്നെസ് ഇഷ്ടമല്ല. എന്താ പറയുന്നത്? ആഫ്റ്റർ ഡെലിവറി ഇവരെ 3 ഡീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അധികമായി പോകും. കാരണം ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അമ്മയൊക്കെ തന്നെയാണ് ഡീൽ ചെയ്യാറ്. അവനെ പഠിപ്പിക്കേണ്ട കാര്യത്തിലൊക്കെ കുറച്ച് ഞാൻ ഇടപെടേണ്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുക, പിന്നെ രാത്രിക്കത്തെ ഉറക്കം കറക്റ്റ് അല്ല, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. സി സെക്ഷൻ എക്സ്പീരിയൻസ് പറയുമോ? പേടിക്കേണ്ടതുണ്ടോ? പെയിൻ അറിയുമോ? സി സെക്ഷൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ അറിയും. ആഫ്റ്റർ സർജറി നമ്മൾ പെയിൻ അറിയും. ഒരു 1 ഡേ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ നമുക്ക് നല്ല പെയിൻ വരും. പക്ഷെ എന്നാലും പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ നടക്കുക നല്ലോണം. നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ പെയിൻ ഇതാവുള്ളൂ. അതുപോലെ സ്റ്റിച്ച് ഉണങ്ങുക, സ്റ്റിച്ച് നന്നായിട്ട് കെയർ ചെയ്യുക, സ്റ്റിച്ച് പഴുപ്പ് വരാതെയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ആ സമയത്ത് പെയിനൊന്നും അറിയില്ല. എൻ്റെ കണ്ണ് കെട്ടാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കണ്ണ് കെട്ടണ്ട, എനിക്ക് കണ്ണ് കെട്ടിയാൽ ഞാൻ എനിക്ക് തീരെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ണ് കെട്ടിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ മുകളിൽ ലൈറ്റിൻ്റെ ഒരു മിറർ പോലത്തെ സംഭവം ഉണ്ടാവില്ല, അതിൽ കൂടെ ഞാൻ എല്ലാം ലൈവായിട്ട് കണ്ടു. കീറുന്നതും എടുക്കുന്നതും ഒക്കെ ഞാൻ ലൈവായിട്ട് കണ്ടു, തുന്നുന്നതും ഒക്കെ കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കണ്ടതാണ്. നമ്മൾ പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ കാണുന്നതുകൊണ്ട് തന്നെ അറിയാവുന്നതായിരുന്നു. എനിക്ക് അങ്ങനത്തെ പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിൽ ഇഞ്ചക്ഷൻ വെക്കുന്നതായിരുന്നു എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സാധനം. എന്ത് സിസേറിയൻ ചെയ്ത സമയത്ത് പുറകിൽ വലിയൊരു സൂചി കുത്തി കയറ്റിയെന്ന് കേൾക്കാറില്ല എല്ലാവരും പറയണേ. അതെനിക്ക് അത്ര വലിയ പേടിയൊന്നുമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള വേദന നല്ല വേദനയാണ്. ടോട്ടൽ എത്ര രൂപ? അത് നമ്മൾ പറഞ്ഞു. ഹസ്ബൻഡ് കൂടെയുള്ള ഡെലിവറിനെയും ഇല്ലാത്ത ഡെലിവറിനെയും കുറിച്ച് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് കൂടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൂചിക്കേണ്ട രമണ. ഹസ്ബൻഡ് കൂടെ ഉള്ളതാണ് നമുക്ക് എന്തുകൊണ്ടും നമ്മളെ സന്തോഷം.
അത് കഴിഞ്ഞാൽ മറന്നു. എനിക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഹസ്ബൻഡ് ഇങ്ങനെ അടുത്തേക്ക് വരിക അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ പിടിച്ചാൽ വരെ ഞാൻ പറഞ്ഞു വിട്ടിക്ക് അങ്ങനെ പറയും. എന്തോ അങ്ങനെ ഉണ്ട് കേട്ടോ. ഡെലിവറി ശേഷം 2 ഡെലിവറി സമയത്തും ചേട്ടൻ കൂടെ ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ ചേട്ടൻ കൂടെ ഡെലിവറി ടൈം ഉണ്ടായിരുന്നു. ചേച്ചിക്ക് എന്തായിരുന്നു ഫീൽ? ഇതിൽ ഞാനല്ല പറയേണ്ടത്, എന്റെ അമ്മയാണ് ആൻസർ പറയേണ്ടത്. ബിക്കോസ് കഴിഞ്ഞ 2 ഡെലിവറിക്കും അതല്ല 2 ദിവസം മുന്നേ 2 ഡെലിവറി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കിളി മാറും കേട്ടോ. 2 ഡെലിവറിക്കും വൈശാട്ടം കൂടെ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫ്രസ്ട്രേഷൻ ഫുള്ള് ഞാൻ കൊടുത്തിരുന്നത് അമ്മമ്മയായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഫ്രസ്ട്രേഷൻ ഒക്കെ കൊടുക്കാൻ ആളുണ്ടല്ലോ. ദേഷ്യം വരുമ്പോൾ ദേഷ്യം അങ്ങനെയല്ല എനിക്ക് ദേഷ്യം ചെറുതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞങ്ങൾ കാണിക്കാറില്ലേ, സ്നേഹം വരുമ്പോൾ കാണിക്കാറില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിയും ഞാൻ വെറുതെ. അതൊക്കെ ഡെലിവറിക്ക് ശേഷം നോർമലാണ് മാൻ. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ആർക്ക്? നിങ്ങൾക്കത് ശീലമാകും. അയ്യോ ചാത്തമംഗലത്ത് അടുത്താണോ മോളുടെ വീട്? ചാത്തമംഗലത്ത് ഒന്ന് പറഞ്ഞെടുക്കൂ, വഴി പറയാൻ അറിയില്ല ചേച്ചി. അത്രേ ഉള്ളൂ. ചാത്തമംഗലത്ത് കെട്ടാങ്കൽ വരിക, കെട്ടാങ്കൽ കമ്പനിമുക്ക്. ആ കമ്പനിമുക്ക് ഇറക്കത്തിന് ഇങ്ങനെ വരുമ്പോൾ ലൈക്ക് മീ ബ്യൂട്ടി പാർലർ, അതിൻ്റെ അവിടെ നിന്ന് ഞാൻ എന്തിനെങ്ങനെയൊക്കെ വഴി പറഞ്ഞിട്ട് നിങ്ങൾ വരുമോ? അതിൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഭയങ്കര താമസിക്കുന്ന സ്ഥലം കേട്ടോ. ലോങ് വീഡിയോ ഇടണേ ചേച്ചി. അതാണ് മോളെ വരുന്നുണ്ട്. ഒന്നും പറയാനില്ല. അങ്ങനെ പറയരുത്, 2 ലവുണ്ട് കേട്ടോ. ഒന്നും ചോദിക്കാനില്ല. എന്താ എല്ലാവരും ഇങ്ങനെ പറയണത്? ഒരുപാട് സ്നേഹം മാത്രം, ഒരുപാട് ഇഷ്ടമാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ ചേച്ചിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. താങ്ക് യു സോ മച്ച്. കാരണം ഒരുപാട് പേര്, അത് എനിക്ക് പറയാനേ ഉണ്ട്, ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കമൻസ് ആയിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മീൻസ് ഡയറക്റ്റ് ആയിട്ട് അറിയ പോലും ചെയ്യാത്ത ഒത്തിരി പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ചേച്ചി ഡെലിവറി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോർമലുള്ള പെയിൻ ഉള്ളായിരുന്നോ അതോ എക്സ്ട്രാ പെയിൻ ഉണ്ടായിരുന്നു മോളെ? കഴിഞ്ഞ പ്രാവശ്യത്തെ സിസേറിയൻ പോലെയല്ല ഇപ്രാവശ്യത്തത്. സിസേറിയൻ പ്ലസ് ഇതും കൂടെ ചെയ്തപ്പോൾ എനിക്ക് പുന്നെ എന്ത് വേനായിരുന്നു. ഇതൊക്കെ അറിയായിരുന്നു ഈ മനുഷ്യനെ കൂടി ഞാൻ നിർത്തിച്ചേനെ. എന്നിട്ട് ഏട്ടൻ തന്നെ പറയുകയും ചെയ്തു, ഇത്രയും നീ അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയേനെ എന്നൊക്കെ. വെറും ഡയലോഗാണ് എനിക്കറിയാം, എന്നാലും അത്രയും പേരുണ്ടായിരുന്നു കേട്ടോ. അയ്യോ ഞാൻ പറയാണ് നിങ്ങൾക്ക് അങ്ങനെയല്ല പറഞ്ഞില്ലേ, അതെന്തോ സങ്കടം വരുമ്പോൾ ഏട്ടൻ ഭയങ്കര സംഭവമാണ്, ഏട്ടൻ പാവാണ്. കുറച്ച് ഞാൻ എല്ലാം മറക്കും. ഞാനൊന്നും പറയിപ്പിക്കരുത്, വേദന സഹിച്ച ഞാനാ. അതാണ് വേദനിക്കുന്നത് കാണുമ്പോൾ പിന്നെ സങ്കടവും. അടി എപ്പോഴും കൂടുതലും സഫർ ചെയ്യുന്ന കാണാൻ പറ്റില്ലല്ലോ. നിങ്ങളതാണ് ശരിക്കും നിർത്തേണ്ടിയിരുന്നത്. നിർത്തായിരുന്നു ഒന്നും പറയില്ല. ചേച്ചി പ്രസവം നിർത്തുന്നുണ്ടോ? നിർത്തി മോളെ, നിർത്തി. ഇനിയില്ല. എൻ്റെ ഇങ്ങോട്ടാ പിന്നെ 3 ആളായി ധാരാളം. കുഞ്ഞുമാവയുടെ 28 ഞാൻ പറഞ്ഞല്ലോ. 56 ആട്ടോ നടത്തുന്നത്. ഡേ ഇൻ മൈ ലൈഫ് പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന് എന്ത് പറ്റി അത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോന് വെയിറ്റ് എത്ര ഉണ്ടായിരുന്നു? പ്രസവിച്ച സമയത്ത് കറക്റ്റ് അല്ലുവിൻ്റെ ഹൈറ്റ്, അല്ലുവിൻ്റെ വെയിറ്റ് എല്ലാം പക്ക അല്ലു ആയിരുന്നേ. 3 kg ആയിരുന്നു ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്കും അത് 2.7 ആയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ഒരു 10 ഡേയ്സിനുള്ളിലൊക്കെ ഒരു 9 to 10% ഒക്കെ കുറയുന്നത് നോർമലാണ്. നിങ്ങൾ എന്തിനു നോക്കുന്നത്? ബേബിന് ബോഡി വെയിറ്റ് കുറയും. ഓക്കെ, അപ്പോൾ അത് നോർമൽ ആണെന്ന് പറഞ്ഞു. പിന്നെ NICU ടൈമിൽ ഫസ്റ്റ് 2 days ഒന്നും നമ്മൾ പാല് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് 2.7 ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നപ്പോൾ 3.7, അതായത് ഒരു 1 kg കൂടിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 3.7 ആണ് കറണ്ട് വെയിറ്റ് കേട്ടോ. KMCTയിലെ എക്സ്പെൻസ് ഞാൻ പറഞ്ഞല്ലോ. ചേച്ചി സെക്കൻഡ് C-സെക്ഷൻ പെയിൻ എങ്ങനെയാ? നല്ല പെയിൻ ഉണ്ടായിരുന്നു മക്കളെ. C-സെക്ഷൻ്റെ പെയിൻ എന്തായാലും നല്ല പെയിൻ ഉണ്ടാവും. പെയിൻ ഇല്ലാതെ ഒന്നും ഇരിക്കില്ല. പിന്നെ ഇത് എനിക്ക് ഡെലിവറി സ്റ്റോപ്പ് ചെയ്തുകൊണ്ടുള്ള പെയിൻ കുറച്ച് കൂടുതലായിരുന്നു. ഈ മനുഷ്യ ക്വസ്റ്റ്യൻ വായിക്കുന്നു, എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കോപ്പി അടിക്കുന്നത്. ഹൈ മോൻ്റെ FHR പറയാമോ? ഫസ്റ്റ് ടൈം സ്കാനിങ്ങിൽ. അമ്മേ അങ്ങനെയൊന്നും എനിക്ക് ഓർമ്മയില്ലടാ. അമ്മേ ഇന്നലെ നടന്ന കാര്യം വരെ ഓർമ്മയില്ല. മൊത്തം കിളി പോയിരിക്കാം മക്കളെ, ഒരു ഓർമ്മയില്ല. ചിരിച്ച് ചത്തുന്ന് എന്തിന് കമൻറ്റ് മറിപ്പോയതാണ് രമണയോ. കുഞ്ഞിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞു, ഹൈറ്റ് 50 സംതിങ് എത്ര ഉണ്ടോ, നല്ല നീളമുണ്ട് കേട്ടോ. ചേച്ചിയുടെ മാരേജ് എത്ര വയസ്സിലായിരുന്നു? 20 അവിടെ വയസ്സ് കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടിയിട്ടല്ലേ 24 കഴിഞ്ഞു. 25ാമത്തെ വയസ്സിൽ 25 ആയിട്ടില്ല, 24 കഴിഞ്ഞപ്പോൾ. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളൊക്കെ ഉണ്ടല്ലോ കല്യാണം അയക്കാത്ത കുട്ടികളാണെങ്കിൽ ഒരു 28. ഇപ്പോഴും എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊന്നും കല്യാണം അയക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ചൂസ് ചെയ്യുന്ന ആളെ പോലെ ഇരിക്കും ലൈഫ്. എന്തിനാ പറയണേ? നല്ലൊരു കുട്ടീനെ കിട്ടിയതെന്ന് പറയാനായിട്ട് ഒറ്റ ട്രസ്റ്റാണല്ലോ. അയ്യേ
ചേച്ചിയുടെ മാരേജ് അത് ഞാൻ പറഞ്ഞു. ടോട്ടൽ എത്ര എമൗണ്ട് ആയി അത് ഞാൻ പറഞ്ഞല്ലോ. ലേബർ റൂമിൽ ഹസ്ബൻഡിന് കയറ്റൂല. വേസ്റ്റ് സിസേറിയന് കൂടെ കയറ്റിയ ഇൻഫെക്ഷൻ ഒക്കെ ആവില്ല മക്കളെ. പിന്നെ മറ്റേലെന്താ കാണാനുള്ളത്? അത് ഡോക്ടർ പറഞ്ഞോ. ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടായിരുന്നു പിന്നെ എന്റെ ഡെലിവറിക്ക് ഹസ്ബൻഡിനെ കേട്ടിട്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു നോർമലൊക്കെ ആണോ അവൻ എന്തെങ്കിലും കാണാണ്ട് ശരിക്കും ഒക്കെ എന്ത് കാണാൻ. എന്റെ ഡോക്ടറിനെ പോലെ തന്നെ തഗ്ഗാണ് കേസ്. അപ്പോൾ എനിക്ക് എന്തായാലും എന്റെ ഡോക്ടർ നമ്മളെ ലൈവിൽ കാണിച്ചില്ല അല്ലേ, വീഡിയോയില് ഒക്കെ പ്രാവശ്യം കാണിക്കാം, ഇനി ഞാൻ പോകുമ്പോൾ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിലൊക്കെ എന്ത് കാണാനുള്ള, പിന്നെ ഇൻഫെക്ഷൻ ഒക്കെ ആവും, അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടില്ല. ഇനി ഏതിന് കേട്ടിട്ടുണ്ട് എന്റെ കെട്ടിയാണ് അപ്പുറത്തെ ബെഡ് ഇട്ടിട്ട് ബോധം കൃത്യ ആൾക്കാരുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് പേടിയാ. ഇവളെ വേദന സഹിച്ചായിരുന്നു, പക്ഷെ നമ്മൾക്ക് ഉണ്ടാകുന്ന വേദന ഇവള് മനസ്സിലാക്കില്ലല്ലോ. അതല്ല പറഞ്ഞേ, ഇവളെ എവിടെ പോയി എനിക്കൊരു ഐഡിയ ഇല്ല. അതാണ് അവളോട് ചോദിക്കാൻ പറ്റില്ല ഇവള് ഉണ്ടോ എവിടെ പോയി എനിക്കൊന്നും അറിയില്ല. എന്റെ കൂടെ വന്ന ആരും ഞാൻ കാണുന്നില്ല. കുട്ടിയാണ് അതിൻ്റെ ഉള്ളില്. ഇവിടെ ഉണ്ടോന്നൊക്കെ കാലമാടാ രണ്ടാമത്തെ കെട്ടാന്നുള്ള പ്ലാനൊക്കെ ഇട്ടുണ്ടാവുമായിരുന്നു. ഇവളുണ്ടോന്നൊക്കെ ഒരു പ്രാവശ്യം കുഴിയിൽ വീണ, ഇനി ഞാൻ കുഴിയിൽ വീടില്ലാന്ന്. മതി മതി മതി. ഏട്ടൻ എന്താ ജോലി, എവിടെയാണ്? ഏട്ടൻ അബ്രോഡ് ആയിരുന്നു വർക്ക് ചെയ്തത്, റാസൽ ഖൈമ. അവിടെ പാലസിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. ആ ലൈറ്റ് വലിച്ചിട്ടുണ്ട്, ഈ ലൈറ്റ് പോകില്ല. പിന്നെ എന്തായിരുന്നു എന്താ ജോലി? ഹോസ്പിറ്റാലിറ്റി സൂപ്പർവൈസർ പാലസ് ഫീൽഡ് നല്ല ഞാൻ ഹോസ്പിറ്റാലിറ്റി ആണ്. പിന്നെ അവിടെ ഒരു അങ്ങനെ വേക്കൻസി വന്നപ്പം അവിടെ ട്രൈ ചെയ്തു, അവിടെ കുറച്ച് കാലം വർക്ക് ചെയ്തു. ആക്ച്വലി ഇനി നമ്മുടെ പ്ലാനും കൂടെ പറയാം. ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി ചേട്ടൻ ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. ഞങ്ങളുടെ പ്ലാൻ നടക്കുമായിരിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നടന്നാൽ മതിയായിരുന്നു. നടക്കും. ഏട്ടനവിടെ ഒരു ജോബ് ട്രൈ ചെയ്യാണ്. ഇനി ഇവിടെ സെറ്റിൽ ആവണം, ഇല്ലാതെ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കാൻ ആഗ്രഹമായിട്ടല്ല, പറ്റില്ല. ഫിനാൻഷ്യലി എല്ലാം ഒരുപാട് ടൈറ്റ് ആവും. ഫിനാൻഷ്യലി ടൈറ്റ് ആവുമായിരിക്കും, പക്ഷെ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് സത്യമാണ്. പക്ഷേ ഇനി ലൈഫ് അവിടെ ഇവിടെയും മക്കൾക്കാണെങ്കിൽ അച്ഛനെ അവൈലബിൾ അല്ല. പിന്നെ മാത്രമല്ല ഈ 3 മക്കളും ഞാൻ ഇനി അങ്ങനെ ഒറ്റയ്ക്കിട്ട് മോനവിടെ പോയി പണിയെടുത്താൽ മാത്രം മതി. ഞാനിവിടെ യൂട്യൂബ് നോക്കണം, കുട്ടികളെ നോക്കണം. യൂട്യൂബ് ഡീൽ ചെയ്യുന്ന സുഖമുള്ള പരിപാടി. 2 ദിവസം ഡീൽ ചെയ്തൊക്കെ മാൻ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. ഉണ്ട്. പക്ഷെ നിങ്ങൾ കുട്ടികളെ നോക്കണോ? ആയിക്കോട്ടെ, ഓരോ ജോബിനും അതിന്റേതായ റിസ്ക് ഉണ്ട്. ഇപ്പൊ നിങ്ങളെ ജോബിനുള്ള എന്റെ ജോബിന് അതിന്റേതായ റിസ്ക് ഉണ്ട്. പക്ഷെ നിങ്ങൾ കുട്ടികളെ നോക്കണോ? അവിടെ വേറെ കുടുംബമൊന്നും ഇല്ലല്ലോ. കണ്ടോ, ഞാൻ എക്സ്ട്രാ പിന്നെ കാണുന്നതല്ല, നോക്കണം, കുട്ടീനെ പഠിപ്പിക്കണം, കുട്ടികളെ നോക്കണം. എനിക്കാവൂല, ഇനി ഇവിടെ നിൽക്കുക. ഹായ്, സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്, നല്ല സുഖാണ്. ഏട്ടനും സുഖമുണ്ടോ? എത്ര ഏജിലാണ് ഡെലിവറി കഴിഞ്ഞ? ഡെലിവറികൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എത്രയാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ 24 വയസ്സ് കഴിഞ്ഞാനാകുമ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പം നെക്സ്റ്റ് ഇയറിൽ തന്നെ ഞാൻ അല്ലുവിനെ പ്രസവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആനിവേഴ്സറിക്ക് അല്ലു ഉണ്ട് കേട്ടോ. പിന്നെ അല്ലുവും തുമ്പി നമ്മളുടെ ഏജ് ഡിഫറൻസ് എത്രയാണ്? 2.5 വയസ്സ് ഡിഫറൻസ് ഉണ്ട് അല്ലുവും തുമ്പിയും. പിന്നെ തുമ്പിയും ഇപ്പോഴത്തെ വാവയും തമ്മിൽ അറൗണ്ട് 3.5 വയസ്സിന് മുകളിൽ ഗ്യാപ്പ് ഉണ്ട്. റീനമ്മ എത്ര മാസം കൂടെ ഉണ്ടാകും? ഇപ്പം ഈ മന്തും കൂടെ ഉണ്ടാവും. അതായത് അമ്മ വന്നിട്ട് ഇപ്പോൾ മെയ് 10-നാണ് വന്നത്. മെയ് 10, ജൂലൈ ലാസ്റ്റ് വരെ കണ്ടാവും. എൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് അമ്മ പോവാ. ദർശി ചേച്ചി ഓക്കെ അല്ലേ? യെസ് ഡാ, ഓക്കെയാണ്. അല്ലുവിൻ്റെ തുമ്പിൻ്റെ ഏജ് ഞാൻ പറഞ്ഞല്ലോ. 3 പ്രഗ്നൻസിയിലെയും സ്കാനിങ് റിപ്പോർട്ടിനെ കുറിച്ച് പറയാമോ? സ്കാനിങ് റിപ്പോർട്ടിനെ കുറിച്ച് എന്താ ഞാൻ പറയേണ്ടത്? 3നും കോമൺ ആയിട്ട് കണ്ടത് അംബിലിക്കൽ കോഡ് ഒരു ലൂപ്പ് കഴുത്തുകൂടെ ചുറ്റിയിട്ടായിരുന്നു 2 പേരുണ്ടായിരുന്നത്, അല്ല 3 പേരുണ്ടായിരുന്നത്. പിന്നെ അല്ലുവിൻ്റെ സമയത്ത് 3നും ഷുഗർ ഉള്ളതുകൊണ്ട് അല്ലുവിൻ്റെനും നമ്മുടെ ഇപ്പോഴത്തെ ഭാവിക്ക്, അതായത് 2 ആൺകുട്ടികൾക്കും ഫ്ലൂയിഡ് കൂടുതലായിരുന്നു. തുമ്പിമോക്ക് ബിഗ് ബേബി ആയിരുന്നു. അവള് വെയിറ്റ് കൂടുതലായിരുന്നു. കൂടുതൽ നല്ല 3.7 സംതിങ് ഉണ്ടായിരുന്നു. പിന്നെന്താണ് കോമൺ ആയിട്ടുള്ളത്? പ്ലാസൻ്റ എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മോൻ്റെത് പോസ്റ്റീരിയർ ആയിരുന്നു. ഐ തിങ്ക് അല്ലുവിൻ്റെയും പോസ്റ്റീരിയർ ആണെന്ന് തോന്നുന്നു. തുമ്പി ആൻറ്റീരിയർ ആയിരുന്നു. പക്ഷെ നമ്മൾ പറയില്ലേ ആൻറ്റീരിയർ ആണെങ്കിൽ അധികം അനക്കം കിട്ടില്ല. എനിക്ക് 3 പേർക്കും നല്ല അനക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു വയറിൽ കേട്ടോ. സോ അത് ഡിപ്പെൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡെലിവറി വീക്ക് 2 പേരും ഫുൾ ടൈം ആയിട്ടാണ്. അല്ലും തുമ്പിയും ഫുള്ള് ഡേറ്റിനോട് അടുപ്പിച്ച് തന്നെയാണ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലുവിന് എന്തോ 10 ദിവസത്തെ ഗ്യാപ്പോ ഡിഫറൻസ് എന്തോ ഉണ്ടായിരുന്നു. തുമ്പിമോൾ കറക്റ്റ് ഡേറ്റ് തന്നെയായിരുന്നു. ചെറിയ എന്തോ ദിവസങ്ങളുടെ വേരിയേഷൻ. മോനാണ് കുറച്ച് നേരത്തെ 36 weeks and 4 daysലാണ് ലാസ്റ്റ് ചെറുതിനെ പ്രസവിച്ചത്. പിന്നെ FHR എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പ്ലാസിൻ്റെ പൊസിഷൻ ഞാൻ പറഞ്ഞു. ബേബി വെയിറ്റ് അല്ലു കറക്റ്റ് 3, തുമ്പി 3.7, മോനും 3. അല്ലുവിനും
മോനും 2 ആൺകുട്ടികളും ഏകദേശം എല്ലാം സിമിലറാണ്. ഹൈറ്റ്, വെയിറ്റ് എല്ലാം കൊണ്ടും ലുക്ക് വൈസ് ആണെങ്കിലും ഒക്കെ പക്കാട്ടോ. പ്രൊഡക്ഷൻ കമ്പനി, പക്ഷെ അത് മെഷീന്റെ ഗുണമാണ്. ആഫ്റ്റർ ഡെലിവറി പീരിയഡ് സ്റ്റോറി പീരിയഡ്സ് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. പീരിയഡ്സ് ആയത് ഐ തിങ്ക് 2 പേരുടെയും 6 months കഴിഞ്ഞതിന് ശേഷമാണ് പീരിയഡ്സ് ആയത്. പിന്നെ അത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ലടാ. ഡെലിവറി എക്സ്പെൻസ് ചെയ്യാൻ പറഞ്ഞു. ദൃശ്യ നിങ്ങൾ വേറെ ഹൗസ് വെക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ്. ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ല, കറണ്ട് പ്ലാൻസ് ഇതൊക്കെയാണ്. ഒന്ന്, ഏട്ടൻ നാട്ടിൽ സെറ്റിൽ ആവുന്നു. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള പ്ലാനും കാര്യങ്ങളും നോക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളുടെ വീടും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ വീട്ടിൽ പ്രശ്നമോ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ നമുക്ക് എന്താ പറയുക, സൗകര്യങ്ങൾ, അത് നമ്മൾ കുഞ്ഞുങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ സൗകര്യങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ 5 പേരുണ്ടാവും റൂമിലേക്ക്. മാത്രമല്ല നമ്മളുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഒതുക്കി വെക്കണം. അതൊരു റിസ്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ, ഞങ്ങളുടെ അല്ല, കൃഷിയുടെ മനസ്സിലാ നിങ്ങളതൊക്കെ. പിന്നെ എന്താ ഞാൻ പുറത്തേക്ക് 4 അലമാരയല്ല, 1 2 അലമാര. എൻ്റെ ഒരു കബോർഡിലും കൂടെ കാണാനില്ല. 2 അലമാര കേട്ടോ, 2 അലമാര. ഒരു ഇച്ചിരി പോർഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. നല്ലതല്ലേ. ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കുറച്ച് സ്ഥലവും കാര്യങ്ങളും വേണം. നിങ്ങൾക്ക് തന്നെ അലച്ചാൽ പോരെ. അപ്പം അത് വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കുന്നത്. അത് മാത്രമല്ല, നമുക്കിപ്പം അവിടെ എക്സ്ട്രാ റൂമില്ല. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇപ്പം അമ്മയ്ക്കാണെങ്കിലും ഒന്നും എൻ്റെ അടുത്ത് വന്ന് നിൽക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. പിന്നെന്താ, ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ ആ കട്ടിൽ തന്നെ ഞങ്ങളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. കട്ടിൽ എക്സ്ട്രാ ഒരു കട്ടിൽ ഞങ്ങൾ പണിത് അതിൻ്റെ മുകളിലേക്ക് പറ്റുന്ന ബെഡൊക്കെ സെറ്റാക്കി നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. അപ്പം നമുക്ക് ഒരു റൂമിൽ, ഒരു വീട്ടിൽ കഴിയേണ്ട ആൾക്കാർ ഒരു റൂം കഴിയാറുമ്പോൾ അതിൻ്റെതായ കുറേ പരിമിതികളുണ്ടാവും. പിന്നെ ഞാൻ ഈ ഒരു ഫീൽഡിലാണ് നിൽക്കുന്നത്. സോ എനിക്ക് കുറച്ചുകൂടി സ്പേസും കാര്യങ്ങളൊക്കെ വേണ്ടേ. അതൊക്കെ കൊണ്ടാണ് നമ്മളൊരു സ്ഥലം എടുത്ത് വീട് വെക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് ഉള്ളത്. ഓക്കെ. പിന്നെ ഇപ്പം എന്തായാലും വീട് വെക്കുന്നുണ്ട് ഗൈസ്, എല്ലാവരും പ്രാർത്ഥിക്കാം. പിന്നെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അങ്ങനെ വിടും കേട്ടോ. ഏട്ടൻ്റെ ലീവ് കഴിയാനായോ? ഏട്ടൻ അവിടെ ക്വിറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നാട്ടിൽ സെറ്റിൽ ആവുകയാണ് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ബേബിയുടെ നിക് നെയിം നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. റീനമ്മയും അമ്മമ്മയും പോയാൽ ദൃശ്യ വൈശാഖേട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ പിന്നെ ഞാൻ എവിടെ പോവാനും രമണ? അമ്മയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വൈശാഖിനെ വീട്ടിലാക്കി തന്നിട്ട് അവിടെ സെറ്റാക്കി തന്നിട്ട് അമ്മയും പോവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കോമൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കാണ് കേട്ടോ. വായിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ. മോനെ എന്തിനാണ് NSUലാക്കിയതാ ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു പിന്നെ പിന്നെ കോമൺ ആട്ടോ. കുഞ്ഞിൻ്റെ പേര് 28, ഏട്ടൻ എപ്പോഴാണ് തിരിച്ചു പോണത്, ഡെലിവറി എക്സ്പെൻസ്, അതൊക്കെ. ന്യൂ ഹോം പ്ലാനിങ് കൊണ്ടോ ഞാൻ പറഞ്ഞു. സോറി അതെ. പിന്നെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തു. ചേച്ചി പ്രഗ്നൻസി ഷുഗർ ഉണ്ടായപ്പോൾ HbA1c എത്രയായിരുന്നു? 6. കുഞ്ഞുവാവയുടെ വിശേഷം എന്തൊക്കെ? രാത്രി കരയുന്നുണ്ടോ? കരച്ചിലല്ല, അവനിങ്ങനെ അങ്ങനെ നമ്മളെ അടുത്ത് ബുദ്ധിമുട്ടാക്കിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പകലാണെങ്കിൽ ഇപ്പം ചെറിയ കുഞ്ഞു കരച്ചിൽ. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇങ്ങനെ മുക്കിമാറിൻ്റെ ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉറക്കം അങ്ങോട്ട് സ്റ്റേബിൾ ആവില്ല. എന്താണെന്നറിയില്ല. എൻ്റെ ഇൻസ്റ്റ മുതലാളി എനിക്ക് അങ്ങനത്തെ ന്യൂസുകളേ കാണിച്ചിട്ടുള്ളൂ. ഞാൻ ഇൻസ്റ്റ തുറന്ന അങ്ങനത്തെ വൃത്തിയായിട്ട ന്യൂസേ ഞാൻ കാണും. അപ്പം എനിക്ക് പേടി. അതുകൊണ്ട് രാത്രി എനിക്ക് മര്യാദയ്ക്ക് ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടില്ല. ഏട്ടന് ഒഴിവെത്ര ഞാൻ പറഞ്ഞല്ലോ. പിന്നെ തുമ്പി, അല്ലു, ന്യൂ ബേബി, ഇതിൽ ആരാണ് കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് നൈറ്റ് ഉറങ്ങാതെ? അല്ലൂസ് രാത്രി ഉറങ്ങാൻ സമ്മതിക്കാത്ത കുട്ടിയായിരുന്നു കേട്ടോ. ഫുൾ അലമ്പായിരുന്നു അവൻ. ബാക്കി 2 പേരും വലിയ കുഴപ്പമില്ല. തുമ്പിക്ക് കുറച്ച് കുടിക്കാൻ കൊടുത്താൽ ആ ഇടയിൽ കിടന്നോളൂ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കമ്പാരിറ്റീവ്ലി തുമ്പീനെ ഡീൽ ചെയ്യാനാണ് ഏറ്റവും ഈസി. ബോയ് ബേബി ആണെന്ന് ആദ്യമേ അറിയുമായിരുന്നു. നോ. പിന്നെന്താണ്, ബേബി ബോയ് പ്രഡിക്ഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. കുട്ടി എത്ര ഹാർട്ട് ബീറ്റ് ആയിരുന്നു അനോമലി സ്കാൻ നോക്കുമ്പോൾ? അയ്യോ എനിക്ക് അങ്ങനെ ഓർമ്മയില്ലടാ. അങ്ങനത്തെ ഒന്നും ചോദിക്കില്ല, എനിക്ക് ഓർമ്മയേ ഇല്ലടാ. എല്ലാം നോർമലായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. അനോമലി സ്കാനും കാര്യങ്ങളൊക്കെ എല്ലാം നോർമലായിരുന്നു. കുഞ്ഞുവാവിയുടെ പേരെന്താ? വൈശാഖേട്ടൻ തിരിച്ചു ദുബായിലേക്ക് എപ്പോഴാണ് പോകുന്നത്? കുഞ്ഞുവാവിടെ 28 എപ്പോഴാണ്? എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഞാൻ പറയില്ല. എല്ലാവർക്കും ഞാൻ പറഞ്ഞു കേട്ടോ, അതിൻ്റെ റിപ്ലൈ ഒക്കെ പറഞ്ഞതാണ്. എല്ലാവർക്കും എത്ര വയസ്സായിരുന്നു എല്ലാം നമ്മൾ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു. ആഫ്റ്റർ ഡെലിവറി പ്രസവരക്ഷ ഒക്കെ എടുത്തായിരുന്നോ? എങ്ങനെയൊക്കെ ആയിരുന്നു പ്രസവരക്ഷ എന്ന് പറയാമോ? എനിക്ക് C-സെക്ഷൻ ആയിരുന്നു. ഇപ്പോൾ 2 months ആയി. ചൂടുവെള്ളത്തിൽ കുളിക്കൽ ഒന്നും ഉണ്ടായില്ല, അതാ ചോദിച്ചത്. ഒന്ന് അതിനെപ്പറ്റി പറയുമോ? ലൈക്ക് ഞാൻ ഇപ്പം ഇതുവരെ, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണത്തോളം വരെ ഞാൻ എണ്ണ തേച്ച് കുളിച്ചിട്ടില്ല.
ഒരു മെഡിസിൻസും എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ചെയ്തത് ചൂടുവെള്ളത്ത് കുളിച്ചു, നോർമൽ ചൂടുവെള്ളത്ത് കുളിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിലേക്ക് വേറൊരു കാര്യം ചെയ്യാൻ തന്നിട്ടില്ല. ബിക്കോസ് നമ്മൾ സ്റ്റിച്ചിനെ നന്നായി ടേക്ക് കെയർ ചെയ്യണം. അപ്പം ഞാൻ ആകെ ചെയ്തത് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് സ്റ്റിച്ച് കഴുകും, നന്നായിട്ട് അവിടെ ക്ലീൻ ആക്കും. പിന്നെ മേല് ചൂടുവെള്ളം കുളിക്കുന്നത് നമുക്ക് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആവും. പിന്നെ ഞാൻ ഡെയിലി തല കുളിച്ചിട്ടില്ല, ഒന്നരാടനാണ് തല കുളിച്ചിട്ടുള്ളൂ. പിന്നെന്താ ഞാൻ ശ്രദ്ധിച്ചത്, ഓക്കെ, പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ചിൻ്റെ അവിടെ നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓയിൻമെൻറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ. പിന്നെ കാൽഷ്യം അയൺ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഡോക്ടർ ഇത് കാണില്ലായിരിക്കും. പിന്നെ തൈറോയിഡിൻ്റെ മരുന്ന് പ്രഗ്നൻസി ടൈമിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്യണം, പയ്യെ പയ്യെ കുറയ്ക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ. പക്ഷേ ഇനി ഈ വീക്ക് തന്നെ മിക്കവാറും പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്യും, അപ്പം നമ്മളെല്ലാം ചെയ്യും. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കും എല്ലാം കേട്ടോ. ഷുഗർ നോർമലായോ ദൃശ്യക്കുട്ടി? ഷുഗർ നോർമലായെന്ന് വെച്ചാൽ ആയിന്ന് വിചാരിക്കുന്നത് ഞാൻ. പിന്നെ അയ്യോ നാളെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ, നാളെ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അത് നാളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നാളെ മോന് വാക്സിനേഷൻ ഡേയാ. ഓക്കെ, അടുത്ത ദിവസം തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വൈശാഖ് ഇനി പോണില്ലേ ഗൾഫിലേക്ക്? കള്ളത്തി ചേച്ചി മനസ്സിലാക്കി പോകുന്നില്ലോ. ചേച്ചിയുടെ FBS PPBS പറയാമോ? ഇപ്പോഴത്തെ ഞാൻ നോക്കിയിട്ടില്ല. ആ സമയത്ത് അറൗണ്ട് ഒരു 110 ഒരു 110ന്റെ ആ റേഞ്ചിലൊക്കെ ആയിരുന്നു നോർമൽ FBS. ആൻഡ് PPBS വന്നിട്ട് 136, ഏറ്റവും കൂടുതൽ പോയത് 160 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ചു ഡെലിവറി ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്ക് നോർമൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി നാളെ എൻ്റെ CMA CAT ഫൗണ്ടേഷൻ എക്സാം ആണ്, ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആണ്. ഇത് വേറെ ഏതോ വീഡിയോൻ്റെ കമൻറ്റ് മുകളിൽ വന്നാൽ തോന്നും. ഹായ് ചേച്ചി, എനിക്ക് ഇന്ന് ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഷുഗർ ഫാസ്റ്റ് നോക്കിയപ്പോൾ ഇപ്പോൾ ഉണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. അടുത്ത വീക്ക് കുറവില്ലെങ്കിൽ അഡ്മിറ്റ് ആണ്. ഇതുവരെ ഷുഗർ ഇല്ലായിരുന്നു, 36 വീക്സ് ആയി. എന്നാൽ ഷുഗർ ഉള്ളത് ഒന്നും എനിക്ക് ഇഷ്ടവും ഇല്ല. എന്നിട്ടും ഇത് എങ്ങനെയെന്നാ? ചേച്ചിയും അവൻ സുഖമായിരിക്കുന്നോ? ചിപ്പി, നമുക്കുണ്ടല്ലോ, എനിക്ക് ഫസ്റ്റത്തെ ഡെലിവറിയിൽ ഇങ്ങനെ തന്നെയായിരുന്നു, ലേറ്റ് ആയിട്ടായിരുന്നു ഷുഗർ ഉള്ളത് അറിഞ്ഞത് കേട്ടോ. അപ്പൊ അതൊക്കെ നോർമലാണ്, ടെൻഷനാണ്. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും. അയ്യോ, അത്രയും മുന്നെയാണ് ആൾ ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് C-സെക്ഷൻ അപേക്ഷിച്ച് ഇത് ഈസി ആയിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ടഫായിരുന്നു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദൃശ്യ ഡെലിവറി ടൈമിൽ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തത്. ഇതെനിക്ക് പറയണം. ഡെലിവറി ടൈമിൽ ബാഗ് പാക്ക് ചെയ്തില്ലേ, അപ്പൊ എനിക്ക് എന്തോരം കമന്റ് വന്നത്, നിങ്ങൾ എന്താ അവിടെ തന്നെ കൂടാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി എല്ലാം ഏട്ടനെന്താ പറയാൻ പോവാന്ന്, എല്ലാം യൂസ്ഫുൾ ആയി ഇല്ലേട്ടാ. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. കാരണം ഞാൻ ടർക്കിയൊക്കെ 4 എണ്ണോ 5 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ പറയുകയും ചെയ്തു, നമ്മുടെ അടുത്ത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യന്മാരാണ് വന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നുള്ളത്. ഞാൻ ആ ഒരു പാക്ക് ചെയ്ത സമയത്ത് കുറേ കമന്റ്സ് ഞാൻ കണ്ടു. നിങ്ങൾ എന്താ കുറേ ദിവസത്തേക്ക് ഇവിടെ കൂടാൻ പോകണോ, നിങ്ങൾ എന്തിനാ ഇത്രയും എടുത്ത് വെക്കുന്നത്, അങ്ങനെ. ഞങ്ങൾ പോകുമ്പോ എല്ലാവരും നോക്കുക ഇവരെ എവിടേക്കായി പോകുന്നത്. കാരണം എല്ലാവരുടെ കയ്യിലും ബാഗൊക്കെ ഉണ്ട്, ട്രോളി ബാഗൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര ടൂറിന് മുമ്പിലേ പോയിന്. പക്ഷെ എല്ലാം യൂസ്ഫുൾ ആയി. കാരണം അത്രയും ദിവസം നമ്മളവിടെ നിൽക്കേണ്ടി വന്നു. ബേബിക്കുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തോണ്ട് തന്നെ കുറച്ച് ഈസി ആയിരുന്നു അല്ലേ. നമുക്ക് ആ സമയത്ത് ഓടിപ്പിടിച്ചൊന്നും വാങ്ങിക്കാനൊന്നും ഓടേണ്ടി വന്നിട്ടില്ല. കുറേയൊക്കെ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, ഡ്രസ്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ. സോ അതിൽ ഒരുപാട് സാധനങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ട്. യൂസ്ഫുൾ അല്ലാതിരുന്നത് ഈ നാപ്പീസ് ഒന്നും എന്തായാലും അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, തുണി കൊണ്ടുവന്നിരുന്നു, അതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ മാത്രം. ബ്രസ്റ്റ് ഫീഡിങ് ജേണി എങ്ങനെ ഉണ്ടായിരുന്നു 3 ആളുടെയും? LSCS ചെയ്ത് കഴിഞ്ഞ് ബ്രസ്റ്റ് മിൽക്ക് വരാൻ ടൈം കൂടുതൽ എടുത്തോ കമ്പയറിങ് ടു നോർമൽ ഡെലിവറി? ബ്രസ്റ്റ് ഫീഡിങ് പൈസ കേട്ടാ, നമുക്കുണ്ടല്ലോ ഈ ക്വസ്റ്റ്യൻ അടക്കം അടുത്ത പാർട്ടിൽ പറയാം കേട്ടോ. അടുത്ത പാർട്ടിൽ എനിക്ക് കുറച്ചുകൂടെ എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗിൽ നിങ്ങൾ കാണാം. അപ്പോൾ ഈ വ്ളോഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത പാർട്ട് 2 മസ്റ്റായി നിങ്ങൾ കാണാൻ. ഞങ്ങളുടെ കുറച്ച് പ്ലാൻസ് അല്ലേ, ഫ്യൂച്ചർ പ്ലാൻസ്, അതെന്താണ് അതൊക്കെ നമ്മൾ അതിൽ പറയും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാം നീ പുറത്ത് പറയാൻ പോവാണെന്ന് പല പ്ലാനുകളുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരായിരിക്കും അടുത്ത ബേബിയാണെന്ന് ചിന്തിക്കണ്ട, ഞങ്ങൾ പ്രസവം നിർത്തിയല്ലോ, അതുകൊണ്ട് അതല്ല. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്, ഞാൻ പറയുന്നുണ്ട്, അടുത്ത വ്ളോഗ് പറയാം. സർപ്രൈസ്, സസ്പെൻസ്. ബൈ പറയും മാൻ, ബൈ. നിന്റെ തന്നെ ഇങ്ങനെ നീട്ടി വിളിച്ചോളൂ. ബൈ ഏട്ടന്, ബൈ, അത്രയേ ഉള്ളൂ, ബൈ.